ഒരു പാവപ്പെട്ട വീട്ടില് ഒരു ഉപ്പയും മകനും ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ പിതാവ് ആ മകനെ വളർത്തി. ഒരു ദിവസം അപ്രതീക്ഷിതമായി ആ പിതാവ് തന്റെ മകനൊരു സമ്മാനം കൊണ്ട് കൊടുക്കുകയാണ്. ആവേശത്തോടെ ആ മകൻ ആ പെട്ടി തുറന്നു നോക്കുമ്പോ അവൻ വളരെ നിരാശനായി പോയി. ആ പിതാവ് ചോദിച്ചു, എന്തേ മോനെ, എന്തു പറ്റി? ആ മകൻ പറഞ്ഞു, ഇതായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചിരുന്ന സമ്മാനം. ആ സമ്മാന പൊതിക്കുള്ളില് ഒരു പരിശുദ്ധമായ ഖുർആനായിരുന്നു. ഒരു താള് പോലും മറിച്ചു നോക്കാതെ ആ മകൻ അതിനെ തന്റെ ഷെൽഫിൽ വെച്ച് മടങ്ങിപ്പോയി. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മാരകമായ ഒരു രോഗത്തിനടിമപ്പെട്ട് ആ പിതാവ് അബോധാവസ്ഥയിലാവുകയാണ്. പെട്ടെന്ന് നാട്ടുകാര് ആ പിതാവിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. വിവരം പറഞ്ഞ മകൻ തന്റെ പിതാവിനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും തന്റെ പിതാവിന്റെ ശരീരം തണുത്തിരുന്നു. വളരെ ദുഃഖിതനായി വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആ പൊന്നോമന മകൻ തന്റെ മുറിയിലെ ഷെൽഫിൽ പൊടി പിടിച്ചിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ എടുത്ത് തുറന്നു നോക്കുമ്പോഴേക്കും അതിനുള്ളിൽ നിന്ന് ഒരു കത്ത് താഴേക്ക് വീണു. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു, എന്റെ പൊന്നു മകനെ, ഒരു മൊബൈൽ ഫോൺ വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം ഇത് നീ തുറന്നു നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് നിനക്ക് ഈ ലോകത്തും നാളെ ആഖിറത്തിലും ഒരു വഴികാട്ടിയാകും. കരഞ്ഞുകൊണ്ട് ആ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മകൻ പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് നൽകിയ ഏറ്റവും വിലമതിക്കാനാവാത്ത സമ്മാനം ഞാൻ വില നൽകാതെ പോയ ആ പരിശുദ്ധമായ ഖുർആനാണ്.